guys, welcome back to Free Talks. Guys, അപ്പോൾ ഇന്നത്തെ ചാലഞ്ച് സ്പൈസി പഴങ്കഞ്ഞി ഈറ്റിംഗ് ചാലഞ്ച്. ഗൈസ്, ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് ഇവിടെ ഒത്തിരി സ്പൈസി ഐറ്റംസും അതേപോലെ തന്നെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് നമ്മള് അപ്പൊ എന്തായാലും ഈ ഒരു ഗെയിമിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അപ്പൊ ഇതിന്റെ റൂൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചട്ടി കഞ്ഞി കഴിച്ചിട്ടുണ്ടെങ്കിൽ 30 പോയിന്റ് ആണ്. ഓരോരോ കറിക്കും 10 പോയിന്റ് വെച്ചിട്ടാണ് പോയിന്റ് വരുന്നത്. ഈ കറികൾ അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോരോ മിനിറ്റ് ഗ്യാപ്പിലായിരിക്കും കറികൾ അൺലോക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കഞ്ഞി എടുത്തു, ആദ്യം നമുക്ക് ക്രൂ തരുന്നത് അച്ചാർ മാത്രമായിരിക്കും. അത് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും നമുക്ക് അടുത്ത മുളക് അൺലോക്ക് ആവുന്നത്. അങ്ങനെ ഓരോരോ മിനിറ്റിന് ശേഷമായിരിക്കും ഓരോരോ കറികൾ അൺലോക്ക് ചെയ്യുന്നത്. ഈ റൗണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഒരു റൗണ്ടിൽ നമുക്ക് പപ്പടവും തൈരും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് ഒരു റൗണ്ട് കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പപ്പടവും തൈരും വീണ്ടും എടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് ഒരു റിലേറ്റീവിന് വേണ്ടി മാത്രം കേൾക്കാൻ ഒരു സാധനമാണ്. ജസ്റ്റ് ഇതിന്റെ കൂടെ കൂട്ടണ്ട. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഇവിടെ പച്ചമാങ്ങ അച്ചാറ്, കൊണ്ടാട്ടമുളക്, പച്ചമുളക് ചമ്മന്തി, ഇത് വറ്റൽമുളക്, കാന്താരി മുളക്, ആളെക്കൊല്ലി പഴുത്ത മുളക്, ആളെക്കൊല്ലി ഡബിൾ എക്സ്. അതെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോയിലേക്ക് പോകണേ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗൈസ്, എന്തായാലും റോഡ് ടു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക 1 മില്യൺ ആക്കുക ഗൈസ്. ഓക്കെ, അപ്പൊ എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ ഒരു ഗെയിം നടക്കുമ്പോൾ കുറെ അധികം കള്ളക്കളികളും വരാനുള്ള ചാൻസസും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഗൈസ്, എന്തായാലും നമ്മൾ പുറത്തുനിന്ന് ഒരു ഇൻസ്പെക്ടർ ഫുഡ് ഇൻസ്പെക്ടർ നമ്മുടെ ചാർലി ചണ്ണി ചാർജ് ഇല്ലാത്തത് തൂറ്റടക്കം തിന്നണ്ടേ? സത്യം പറഞ്ഞ ഈ തിന്ന വരുമ്പോ ഇങ്ങനെ ആരെയൊക്കെ വന്ന് എന്തെങ്കിലും ഒക്കെ പറയും. പിടിച്ചെടുത്താൻ പറ്റാതെ ഇൻസ്പെക്ടർ. അത് മാത്രമല്ല, നമ്മുടെ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടലി 100 പോയിന്റ് കിട്ടും. കാരണം ഒരു കഞ്ഞിക്ക് 30, ബാക്കി 7 കറികൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ 10 വെച്ചിട്ട് ടോട്ടൽ 100 പോയിന്റ് കിട്ടുന്നത്. അപ്പൊ ഈ കറികളും കഞ്ഞിയൊക്കെ തിന്നുന്നുണ്ടോ നോക്കുന്നതും വേറെ കറികളൊക്കെ വിളമ്പി തരുന്നതും എല്ലാം ഇൻസ്പെക്ടർ ആയിരിക്കും. അതെ, ഇത് ഇവിടുന്ന് കഴിയുന്നു മാറുന്നു. ബാക്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തീ ഇൻസ്പെക്ടർ എന്താ ഇപ്പൊ ചെയ്യുന്നത്? അതൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞായിരുന്നു. അച്ചാറിന്ന് തുടങ്ങാം. അപ്പൊ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ സ്റ്റാർട്ട് ആവോ? സ്റ്റാർട്ട് ചെയ്യും. അത് ഈക്വൽ ആയിട്ട് അച്ചാർ ഇടണേ. താങ്ക് യു. എനിക്ക് ഇതിനകത്തല്ല, എനിക്ക് അവിടെ വിളമ്പാൻ എനിക്ക് കൂടുതലൊന്നുമില്ല. ഈക്വൽ പിന്നെ എനിക്കൊന്നും ഈക്വൽ ആയില്ല. എനിക്ക് 4-3 എനിക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് തരും. പിന്നെന്താ, ഒരു സ്പൂൺ തന്നെ മതിയോ? ഒരു സ്പൂൺ വേണം. അതിട്ടോ മൊത്തം ഇടണോ? മൊത്തോ ഇട്ടോ. ഒന്നാമതേ ബുദ്ധിയില്ല. മതി എനിക്ക് ഇച്ചിരി ഉപ്പിട്ടെ. നിനക്കും വേണോ? കുറച്ച് എത്ര മതിയോ? അതില്ല, ഉപ്പിനകത്ത് അങ്ങനെയില്ല. ഓരോ മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓരോരോ കറികളാണല്ലോ. ഉച്ചക്ക് കിട്ടുന്ന കഞ്ഞി ഓർക്കണ്ടോ? ഓർക്കുന്നില്ല. സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞി ഇതങ്ങോട്ട് കുടിച്ച് തീർക്കല്ലേ? ഇനി നാളെ കുടിക്കണ്ട. മാത്രം കഴിക്കണ്ടേ? അതെ, ഈ കറി ഇത്രയും ചോറില്ല. അങ്ങനെയല്ല, ഇത് കഴിച്ചാലേ അടുത്ത കഞ്ഞി കിട്ടുള്ളൂ. അതെ, ചലഞ്ച് പറയുമ്പോ നേരെ കേട്ടിരിക്കണം കേട്ടാ. കടം വേണം. വേണ്ട. നെക്സ്റ്റ് വൺ, മുളക്. ഒരേ വലിപ്പമുള്ള മുളക്. വലിപ്പം കഴിച്ചോ? ഞാൻ ഒറ്റടിക്ക് തിന്നാ എരിവില്ലടാ. ഇനി എരിവില്ലായിരിക്കില്ല. പ്രശ്നം വരുന്നില്ല അല്ലേ? ഇത് എരിവില്ല. എന്തൊരു ഉപ്പടേ. ഞാൻ ഇച്ചിരി ഇതെടുക്കണേ. അത് പറ്റില്ല. 10 റൗണ്ടിലുണ്ട്, സെക്കൻഡ് റൗണ്ടിലുണ്ട്, തേർഡ് റൗണ്ടിൽ ഒരു തവണ തൈര് വേണോ? തൈരും വേണം, പപ്പടം വേണം. ഒറ്റ സ്കൂപ്പ് കേട്ടോ. ഒറ്റ സ്കൂപ്പ്. എടാ ഇപ്പോഴേ തിന്നോ. ജയിക്കും. ഈ റൗണ്ട് തീരുമ്പോൾ എനിക്കപ്പോ അതെന്തിനാ ഒറ്റ സ്കൂപ്പ്? ഒറ്റ സ്കൂപ്പ്. പിന്നെ എന്തിനാ അതിനകത്തേക്ക് തട്ടിയേ? അങ്ങനെ മുക്കിടുത്തേ. അതെ, അമ്പയറേ. ഒഴിച്ചോ. പിന്നെ കൂടുതലാ. അല്ല, ഞാനിത് ഇപ്പൊ എടുത്താ പണിയാണല്ലോ. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒന്ന് തിന്നാതെ ഇരിക്കൂലേ. ഞാൻ കഞ്ഞി തിന്നതിന്റെ വിശപ്പടക്കാൻ വിചാരിച്ചപ്പോ ഒന്നൊരു ഉപ്പടി അതിന്
ഒന്നാമത്തെ ഉപ്പല്ലാതെ മധുരം വരിക. വിഴുങ്ങിയാ മതി. എരിവ് കിട്ടൂടായിരുന്നാ ഞാൻ ഒരു കാര്യം പറ്റേ വെയിറ്റ് എടുത്തില്ല. ഇങ്ങനെയാണ് ഏറ്റവും ആ ഏറ്റവും പാട് ഇത് വൈകിട്ട് കിടന്നിട്ടുണ്ടല്ലോ തൂറ്റായിരിക്കും തൂറ്റ് എന്റെ പൊന്ന് കൈസ് ഇവരൊക്കെ ഇങ്ങനെയാ അത്രയൊന്നും വേണ്ട കുറച്ചിട്ട് വേണ്ട, ഇങ്ങനെയൊക്കെ തീർക്കാൻ പറ്റും. എങ്ങനെ ചിരിക്കുന്ന കുറച്ചിടണേ നിങ്ങൾ ആളെ കൊല്ലുന്ന എന്തിനാ നിനക്ക് 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 എന്തോ എടാ, അത് കൂടുതലാട്ടാ. അത് മതി അത് മതി അത് മതി. അത് മറ്റേ കുരുവാ. എടാ, എന്നാ, ഒറ്റ വായിട്ടോ. ഹലോ, ആ ഇട്ട സാധനം എന്ത് ചെയ്യും? അമ്മക്കിലേക്ക് കയറ്റി ഇത്ര ഒട്ടുന്നോ? നീ എന്തിട്ടാ അങ്ങനെ ചെയ്യണേ? പിന്നെ ഇത് കൊള്ളാട്ടോ. ഞാൻ അതിന്റെ സൗകര്യം കണ്ടിട്ട് സൂപ്പർ എന്നെ കൊണ്ട് വരുന്നില്ല ഈ റൗണ്ട് ഈ കഞ്ഞി കഴിഞ്ഞാൽ കേട്ടോ പോയിന്റ് കിട്ടുന്നത്. എന്റെ അടുത്തുണ്ട് പിന്നെ നിന്റെ എടുത്തോണ്ട് പോകാനല്ലേ ഞാൻ നിന്റെ അവിടെ മൂടി ഇട്ടുണ്ടാ നോക്കി. അത് കുഴപ്പമില്ല മൂടിയിട്ടാലും കുഴപ്പമില്ല ലാസ്റ്റ് എല്ലാം കൂടെ വരുമ്പോ നിനക്ക് പുകയും അങ്ങട് വരട്ടെ ഞാൻ അതിൽ നിന്ന് എനിക്ക് എന്തോ പറഞ്ഞായിരുന്നല്ലോ. എന്ത് പറയാനുണ്ടെന്നോ? 5-6 കഞ്ഞി ആവും തോന്നുന്നു എടാ, നീ എങ്ങനെ അത് കഴിച്ചേ അതെന്താണെന്നറിയോ അത് പിന്നെ എന്റെ ടോപ്പ് സീക്രട്ട് അത് ഞാൻ പിന്നെ എനിക്ക് പറഞ്ഞു അതെ പെട്ടെന്ന് ടൈം അല്ലേ, പച്ചമുളക്. പച്ചമുളകല്ലടാ, അതിനേക്കാളും വെറൈറ്റി സാധനമുണ്ട്. കാന്താരി ഉണ്ട്, ഉണ്ടമുളക് ഉണ്ട്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അയ്യോ, അടുത്തതായല്ലോ. അത് പക്ഷേ ഇത് നല്ല കിഡിലും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ആ, വെറ്റൽ ഇത് കിഡിലും ടേസ്റ്റ് ആയിരിക്കും എന്റെ അമ്മോ അത് കിട്ടോ നിനക്ക് എങ്ങനെയാ ബദറി ഇടണം? അല്ല ഇവിടെ എന്റെ സ്പൂൺ ഇട്ടാണ് സ്പൂൺ ഇട്ടാൽ മതി. എനിക്ക് മാത്രം കൂടുതലൊന്നും വേണ്ട. അല്ല, എനിക്ക് നിന്നോട് ഇഷ്ടം കൂടെയല്ല. ബ്രോ ഇത് വിഷയം ടേസ്റ്റാ സംഭവം കണ്ടാ തിന്നാൻ തോന്നുന്നുണ്ടെങ്കിലും തിന്നുന്നില്ല. ഇച്ചിരി നീ എന്തിനാണ് നീ വിഴുങ്ങണേ? ഡ്രാഗൻ ഇപ്പൊ തീത്തും. വായ്പല്ല ഒരു സ്പൂൺ കേട്. നീ കയ്യിലും പൊത്തി പിടിച്ചാ കാണിച്ച കൈ കാണിച്ചേ ഞാൻ പൊത്തി പിടിച്ചിട്ട് മറ്റേ ദൂരേക്ക് ഇറങ്ങി അല്ല ഞാൻ മജീഷ്യനെ ഇങ്ങനെ ജിബൂമ്പാന്ന് പറയുമ്പോ എന്റെ സാധനത്തുള്ള സാധനങ്ങളല്ല എണീറ്റ് ഓടുന്നു അടുത്ത ഇത് വിഷയ സാധനമായിരിക്കും കേട്ടോ. അത് നീ എങ്ങനെ കഴിക്കണേ കാന്താരി കൊണ്ട് ഇത് നീ എങ്ങനെ കഴിക്കണേ ഇത് മര്യാദ കരച്ച് തിന്നോളൂ. പിന്നുണ്ടല്ലോ കലക്ക് കലക്ക് അത് കഴിക്കോളാം ഞാൻ കലക്ക്. മനുഷ്യ എന്തിൽ അത്ര മതി. അവിടെ നിന്ന് എടുക്കട്ടാ. പിന്നെ അവിടെ നിന്ന് ആവുമ്പത്തേക്ക് നല്ല നിനക്ക് സ്നാക്സിന് കൂടുണ്ട്. ഇതപ്പോ ഇളക്കാല്ലേ? ഇളക്കിക്കോ. ആദ്യം തന്നെ കഞ്ഞി തീർക്കണ്ടായിരുന്നു കൊമ്പന്റെ സ്ട്രാറ്റജി കേടായിട്ട് മിക്സ് ചെയ്തു. അതിനകത്ത് എരിവ് പറയൂടാ. ഈ സെന്റിനകത്ത് ഒന്നും ഇല്ല കേട്ടോ എരിവ് ഓർമ്മൊന്നും ഇല്ലാട്ടാ നല്ല എരിവുണ്ട് കൈസ്. അമ്പോ ഇവിടേക്ക് വരുന്നുണ്ട് എരിവ്. തിരുമേനി ഇതൊന്നും അറിയണില്ലേ? ഇല്ലത്തത് പതിവായിരിക്കും ഇല്ലയോ? ഉള്ളതെല്ലാം വിഴുങ്ങി വിടുന്നു ഓ ഇവര് തണഞ്ഞിന് മുളക് തിന്നാൻ ഭയങ്കര പാടാ ഇത് തിന്നുന്നതും ഇത് വെള്ളത്തിൽ ചാലിച്ച് തിന്നുന്നതും വലിയ വെള്ളത്തിൽ ചാരിച്ചാ കണ്ടോ ഇത് പറഞ്ഞു കൊടുക്കണല്ല ഇനി അത് ചാലിച്ച് ഇതെല്ലാം കൂടി മിക്സ് ആയില്ലേ പൊട്ടനാണ് നിങ്ങള് ഗൈസ് ഇതാണ് ആളെക്കൊല്ലി മുളകെന്നാ പറഞ്ഞത് മുളകെന്നാണ് പറഞ്ഞത്. ആളെ കൊല്ലണം എന്നൊന്നും ഇല്ലാട്ടാ ഇല്ല, ആളെ കൊല്ലാത്ത രീതിയിലൊക്കെ ഇടായിരുന്നു എന്നാ കഞ്ഞി തീർക്കാതെ തന്നെ ഇവിടെയൊക്കെ നോക്കി തീരാറായി. ഇതെല്ലാം കൂടി ഇട്ടിട്ടങ്ങ് മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ പോരെ ഇതങ്ങ് പോകയൊന്നും ഞാൻ എന്തിനാ ഇത്ര അതൊന്നും ഇടല്ലേ അത് ആളെ കൊല്ലുന്ന സാധനമാണ് അത് തന്നെ ആളെ ജീവിപ്പിക്കില്ല കുറച്ച് കേട്ടോ. നീ കഴിച്ചാ? എടാ നീ ഒന്ന് പുറത്ത് കാണിക്ക. അറ്റ്ലീസ്റ്റ് കണ്ണിൽ കുറച്ച് വെള്ളമെങ്കിലും ഇത്രയല്ലേ? ഞാനുണ്ടേ ഇതിന് മോർ ഡേഞ്ചർ ഇതാ കാന്താരിയാണ് വൈബ്. വെള്ളമില്ലല്ലേ ഇല്ല. ഒരു ജാക്ക് പോട്ട് ഉണ്ട്. ഒരു ജാക്ക് പോട്ട് ഉണ്ട്. എപ്പോ വേണമെങ്കിലും കിറ്റ് ചെയ്യാം. ഒരു ഐസ്ക്രീം കൊണ്ടുവരും. ഐസ്ക്രീം ഉണ്ട്. ഇപ്പൊ കിട്ടിയാൽ നടക്കൂല കഴിഞ്ഞാൽ അപ്പൊ ഐസ്ക്രീം കിട്ടും. ബ്രോന്റെ പേരെന്താ ജാക്ക്പോട്ട് നോക്കിയിരിക്കുക ഇയാളെ തോക്കാറാവുമ്പോ ജാക്ക്പോട്ടും കൊണ്ടുവരും തന്നെ ജാക്ക്പോട്ടാണോ വെച്ചിട്ട് ജാക്ക്പോട്ട് ഉണ്ട് ഈ ലാസ്റ്റ് ഇയർ ജയിക്കുവാണെങ്കിൽ 5 പോയിന്റ് കിട്ടും ഞാൻ അതേ കുറിച്ച് കഞ്ഞില്ലോ അത് ഉള്ളു തീർത്താലേ ഇനി കഞ്ഞുള്ളൂ എനിക്ക് ലാസ്റ്റ് സാധനമാണ്. നല്ല പഴുത്ത ആളക്കൊല്ലി മുളക്. കൊല്ലിന്നൊക്കെ പറയണ എന്റെ പൊന്ന് അത്ര സാപ്പിട്. ഒരു മിനിറ്റ് ഇതിലിടാം ഒരു മിനിറ്റ് അല്ലേ അതിന് മിക്സ് ചെയ്ത് കഴിച്ചോടെ. സാപ്പിട് സാപ്പിട്. ഞാൻ സ്പൂൺ ഒഴിവാക്കാൻ പോവാട്ടോ. ബ്രോ ആ കേട് കുറച്ച് തന്നെ എനിക്ക് ഈ റൗണ്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ അടുത്ത റൗണ്ടിൽ എടുക്കാൻ പറ്റുള്ളൂ ആ എരിവുണ്ടോന്നാ പിന്നെ എന്ത് എരിവുണ്ടോ നീ 4 കിലോ ഇൻഡക്ഷൻ വെച്ചിട്ടാണോ വന്ന് അനസ്തേഷ്യ? ഇല്ല അധികം കുറച്ച് ആ മണ്ണും കൂടി പോരൂട്ടാ മൺചട്ടിയുടെ. എന്താ കൊമ്പ കണ്ണൊക്കെ ചോന്ന് വെള്ളം വന്നല്ലേ? 100 പോയിന്റ് ഇല്ല എല്ലാവർക്കും 100 എല്ലാവർക്കും 100 100 കൊമ്പൻ തീർന്നോ? ബക്രീ ഫുള്ള് തീർത്തിട്ടുണ്ട്.
ഗൈസ് അപ്പൊ എന്തായാലും ആദ്യത്തെ ഒരു റൗണ്ട് കഴിഞ്ഞു ഗൈസ്. ഏകദേശം നമ്മുടെ കഴിഞ്ഞെല്ലാം തീർന്നു. നമ്മുടെ റൗണ്ട് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും 100 പോയിന്റ് വെച്ച് കിട്ടിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അടുത്ത റൗണ്ടിലേക്ക് പോവാം. അടുത്ത റൗണ്ടിലേക്ക് കയറുമ്പോൾ ഇൻസ്പെക്ടർ കഞ്ഞി. സോ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ സെക്കൻഡ് റൗണ്ടിലേക്ക് പോകുമ്പോ എന്താ പിന്നെ കഴിയുമ്പോ പിന്നെ എങ്ങനെ ഇരിക്കുക എന്റെ മൂക്കിന്നൊക്കെ എന്താ വരുന്നത്. ഗൈസ് അപ്പൊ എന്തായാലും നമുക്ക് നേരെ അടുത്ത റൗണ്ടിലേക്ക് പോവാം. അപ്പൊ എന്തായാലും അടുത്ത നമ്മുടെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് റൗണ്ടിലെ ചെറിയൊരു ഡിസ്റ്റ് ഉണ്ട്. 2 സ്പൂൺ വീതം വെച്ചിട്ടായിരിക്കും ഇടാൻ പോകുന്നത്. 2 സ്പൂൺ. 2 സ്പൂണുള്ളപ്പോ ചെറുതായിട്ട് ഇട്ടാ അപ്പൊ ഇനിയിപ്പോ എനിക്കിട്ടില്ല 2 സ്പൂൺ വലുതായിട്ടല്ലേ. ഇതൊക്കെ 3 സ്പൂൺ വേണം കിട്ടും. 2 ബ്രോ എനിക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്ത് തരാൻ പറ്റുമോ? ഇല്ല, നടക്കില്ല. അതെന്താ നടക്കാത്തെ? അടുത്തതാ ഐസ്ക്രീം എടുത്താലോ? ഐസ്ക്രീം എടുക്കട്ടെ? വേണ്ട, ഈ അടുത്ത കൊണ്ടാട്ടെടുക്ക്. ഏകദേശം സ്ട്രാറ്റജി അല്ലേ? അത് വേണമെങ്കിൽ ഓരോ തന്നാ മതിയായിരുന്നല്ലേ. കുഞ്ഞു തന്നെട്ടെ. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര മുഴുക്ക സാധനമാണ്. ഇത് എനിക്ക് വലിയ സാധനം തന്നെ പ്രാവശ്യം. ചുമ്മാ തേങ്ങാക്കൂല. ഇതും സെലക്ട് ഞങ്ങൾക്ക് സെലക്ട് എനിക്ക് ചെറുതോർണം സെലക്ട് ചെയ്തു. അത് കളയാൻ അതൊന്നുമില്ല. ഇതെന്താ ഇത് നിങ്ങളുടെ സാധനമല്ല മണ്ട. ഇതിപ്പോ എന്താ ചെയ്യേണ്ടത്? ഇതിങ്ങനെ ഇവിടെ ഇടിച്ച് പരത്തി ഇതിന്റെ പൊടിയിലെടുക്കണം. ഞാൻ അതിൽ ഏറ്റവും കൂടുതൽ എരിവ് അരിക്ക് എരിവില്ലട ഇതിന്. ഇതിന് ഫുള്ള് ഉപ്പാ. ഇതിന് ഫുള്ള് ഉപ്പാ. ഇതിനകത്ത് ഉപ്പിലിട്ട് വെച്ചാൽ ഫുള്ള് ഉപ്പാ. അടുത്തെന്താ? നല്ല അതെ, ഇത് കുഴക്കണ മാത്രമല്ല തിന്നണ. ബ്രോ ഇത് റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഫുള്ള് കഴിച്ചാലല്ലേ പോയിന്റ് തരത്തുള്ളൂ. ഇതെന്തിനാ ഇതിപ്പെട്ട് എനിക്ക് ഇത്ര ഒന്നാ? തൈരെടുക്കടാ. ബാഗിടറാ. ബ്രോ ഞാനൊരു പപ്പടം എടുക്കുന്നുണ്ട്. തൈര് വേണ്ടേ? തൈര് എടുക്കാം ബ്രോ. എനിക്കൊരു ടാറ്റിക്സ് ഉണ്ട് ബ്രോ. 1 മിനിറ്റ് 30 സെക്കൻഡ്. പെട്ടെന്ന് പെട്ടെന്ന് തീർക്കായിരുന്നു. ഈ കൊണ്ടാട്ടത്തിൽ എന്റെ പോയിടാ. ബ്രോയില് 4 ചട്ടി കഴിക്കുന്നോ? കൊണ്ടാട്ടത്തിൽ പോയിടാ. ഞാൻ മൊത്തം കഴിച്ചപ്പോ ഇവിടെ ഇവന്മാരൊക്കെ എങ്ങനെ കഴിക്കണേ? ആരെ കഴിച്ചേ? ഞാൻ എല്ലാം എടുത്ത് മിക്സറാ. ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കാം. എന്താണ് തൈര? എന്റെ ഓർമ്മ വേണ തൈര്. രാത്രി തരാം. ഞാൻ രാത്രി ഇറങ്ങി കൊടുക്കാറുണ്ട്. നിങ്ങളും വേണേ വാ. അല്ല ഞാൻ കാരണല്ല. നീ മുക്കി വെച്ചോണ്ടിരുന്നോ? ഇതൊന്ന് കാണിച്ചു കൊടുത്തവർക്ക്. ഇതെന്താ അത് വിഷയല്ലേ? ചോര തൊട്ടിട്ടില്ല. നീ 2 കൂടി ഇല്ലേ? 3 ഇതും കൂടെ അതിനകത്ത് കേറുമ്പോണ്ടല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ കിടക്കാം. എനിക്കിവിടെ ഉറക്കണില്ല. എന്താണ് കേടെടുത്തിട്ട് സ്കോപ്പ് കൂടുതൽ. അതെന്തിനാ ഇങ്ങനെ അങ്ങനെ നേരെ മുക്കിയെടുത്തിട്ട് ഇട്ടേ. എന്നിട്ട് അതിലിട്ടെ. അവിടെ ഒഴുകത്തൊന്നുമില്ല. എന്റെ പപ്പടം കളഞ്ഞു കേട്ടല്ല. അത് ഫുള്ള് ഒഴിക്കാതെ അങ്ങ് ഭാഗത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി. ഇനി ഓ ഇത് വൈബ് അല്ല, ഇനിയാണ് വൈബ്. ഒരു വൈബ് കൂടെ ഞാൻ കഴിച്ചോട്ടെ. അധികം കൊടുക്കല്ലേ? 3 സ്പൂൺ. എന്താ വേറെ അത് സെയിം അളവ് എടുക്കും. ആ സൈഡിൽ കൂടെ ഒക്കെ കൂട്ടി വെച്ചാൽ അതൊക്കെ പെയിന്റ് അടിച്ച് വെച്ചാൽ സൈഡിൽ കൂടെ. ഇനി ഇൻസ്പെക്ടർ കുറച്ച് കേടെടുത്തിട്ട് തന്നെ
എന്റെ അമ്മ അത് സത്യം പറഞ്ഞാൽ അത് ചാവും നല്ല മീൻകറി എനിക്ക് വലിയ സീനില്ല. എന്റെ പിന്നെ നിനക്കാണ് ഏറ്റവും വലിയ സീന്. നമ്മളിത് മിക്സ് ആക്കിയിട്ടാ, നീ ഒറ്റടിക്കല്ലേ. നിനക്കിത് മറ്റേ ആഫ്റ്റർ എഫക്ട്സ് വരാൻ പോകുന്നത്. എനിക്ക് തിരിച്ച് സ്പൂൺ ഉപയോഗിക്കണം. ഇല്ല റിജക്റ്റഡ്. ഇനി സ്പൂണില്ല. ഫാമിലി കാണിച്ചാൽ എന്റെ കണ്ണി വീണേ പ്ലെയറിന്റെ കണ്ണിലേക്ക് ഒഴിച്ച്. എവിടെ കാന്താരി? കാന്താരിയാ ഓടാ, ഇവൻ കലിപ്പണ കാന്താരി ഇവന്റെ. ചിരിക്കണ? അതെ, അല്ലെങ്കിൽ ഇപ്പൊ ചിരിച്ചാലേ മറന്നു പോകും. ബ്രോ ഒരു വേണ്ട ചോദിക്കണ്ടോ? ബ്രോ ഉറുമ്പും വെയിലും കൂടി അടികൂടി തിമിംഗലം. അപ്പൊ ഉറുമ്പും വെയിലും കൂടി ഇത് കൂടിയേ. അപ്പൊ പക്ഷെ ഉറുമ്പ ജയിച്ചത് എന്തുകൊണ്ടാ? അതിന് കഴിവുള്ളതുകൊണ്ട്. ചിരിക്കാൻ അല്ല, ഉറുമ്പ് സൺസ്ക്രീം ഇട്ടുണ്ടായിരുന്നു. അപ്പൊ വെയിലും രക്ഷപ്പെട്ടു. അതിന് ചിരിക്കണം. ഇന്നലെ രാത്രി വന്നിട്ട് എന്നോട് ചോദിക്കാം നല്ല ഫണ്ട് വല്ലതും ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇതെടുത്തിട്ട് കൈ കൊടുത്തിട്ട് അത് നോക്കിയിരുന്ന് പഠിച്ചിട്ടാണ് ഇപ്പൊ എന്ന് പറഞ്ഞത്. എന്നോട് ചിരിക്കണമെന്നും പറഞ്ഞായിരുന്നു. മതിയാ? ഇത് വേറെ സാധനം രണ്ടായിട്ട് മടക്കി പോക്കറ്റ് വെച്ചോ. അല്ല അടുത്ത കൊടുക്കാവേ. എടാ മണ്ടോ, എന്റെ പൊന്നു, ഇവൻ എന്ത് കാണിക്കണേ ഇവൻ? ഞാൻ ഒന്നും പറയാനില്ല. കാണാണ്ടിരിക്കാന്നല്ലേ. ഇതിപ്പോ എന്താ പറയാ, കോടവയർ ചെന്നിട്ടുണ്ടല്ലോ, കോടവയർ ഇരുന്നിട്ട് പുകയാൻ തുടങ്ങും. കോടവയറല്ല, ചെറുകോടല്ലേ. ആ ചെറുകോടല്ല, സോറി ചെറുകോടല്ലേ. ചെറുകോടിൽ ചെന്നിട്ട് ഇരുന്ന് പുകയാൻ തുടങ്ങും. അവിടെ പുകഞ്ഞ് കഴിയുമ്പോ ഉണ്ടല്ലോ മോനെ, വയറുവേദന എടുക്കാൻ തുടങ്ങും. പിന്നെ നിൽക്കാനും പറ്റത്തില്ല, ഇരിക്കാനും പറ്റത്തില്ല. അയ്യോ അടുത്തൊന്നും ആയില്ല. പോളെ ഒന്ന് അതെങ്ങനെ എത്ര നടത്തത്? ഞാൻ ഇതിൽപ്പെട്ടല്ലേ ഉള്ളൂ. അതില് കൊമ്പന്റെ ചട്ടിയിലുണ്ടല്ലോ ചമ്മന്തിയാ കൂടുതല്, ചോറ് കഞ്ഞി കുറവാ. ഒന്നും കൂടെ എനിക്ക് കൊമ്പാണ് സ്കൂപ്പാ. അതെ, ഫുഡ് ഡിസ്പർ കുറച്ചുകൂടി എന്നെ മോട്ടിവേറ്റ് ചെയ്യട്ടാ, എനിക്കും കഴിക്കണം. മോട്ടിവേഷൻ വേണമല്ലോ. കോരിയെടുത്ത് കഴിച്ച് അത് കയ്യിൽ വന്നില്ലല്ലോ. അയ്യോ വേറെ സാധനം അതാണ് ഇങ്ങനെ എടുത്തിട്ട് മൊത്തം കണ്ട് സപ്പോർട്ട് ചെയ്തോട്ടാ. അയ്യാ തുടങ്ങി എന്ത് ഫിൽറ്റർ പ്രവർത്തിക്കുന്നില്ല. അമ്മ എടുക്കോ. അയ്യോ കഴിഞ്ഞു. ഇനി അടുത്ത റൗണ്ടിലേക്കാണ്. അടുത്ത റൗണ്ട് ഇതാ കേട്. അടുത്ത് കഴിയണം. ഞാൻ അവിടെ കഴിയണോ? ഓക്കെ ബൈ. ഇപ്പൊ പിടിച്ചു കഴിഞ്ഞാൽ പലതും എടുത്തുണ്ടാവും. ഞാൻ കഞ്ഞി കിട്ടോട്ടാ. ആരെയും തൈര് ബാക്കി ഇനിയുണ്ടോ? എല്ലാരും ഇല്ലില്ല. ഞാൻ കിട്ടിയ അങ്ങനെ പറയാ. ഫുള്ള് തിന്നിട്ട് അങ്ങനെ പറയാം. ഇത് ഫുള്ള് തിന്നു എന്തായാലും. ഐസ്ക്രീം ആണെങ്കിൽ ഫുള്ള് തീർക്കണം. എനിക്ക് പോയിന്റ് വേണ്ടേ? 100 പോയിന്റ് മതിന്നേ. അല്ല, അതിൽ ഐസ്ക്രീം വേണ്ടേ? കുടിച്ചങ്ങട് മൊത്തം പോയല്ലേ. കട്ട കഞ്ഞി എടുക്കട്ടെ. ഫിൽട്ടറാ ഫിൽട്ടറാ? എന്ത് ഫിൽട്ടർ? ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. എനിക്ക് വാങ്ങാൻ പറ്റുമോ? വാങ്ങാൻ പറ്റുമോ? മൂക്ക് കഴിയാൻ പറ്റുമോ? മൂക്കിൽ പോയായിരുന്നു. മൂക്കിൽ തിരിച്ചായിരുന്നു. ഞാൻ കിട്ടിയതെന്നല്ല. ഇത് ചാടാനായിട്ട് അനാവശ്യമായി പല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാരനെ അടുത്ത റൗണ്ടിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു കൊടുക്കണം. അടുത്ത റൗണ്ടിൽ കേട് കഴിഞ്ഞു. ഇത് കഴിഞ്ഞോ? സൈഡിൽ പറ്റിച്ചേക്കുന്ന തുള്ളൽ മത്സരം അല്ല പറയടാ. 1 hour later. ഞാൻ കിട്ടിയത്. എന്താ ഞാൻ പറഞ്ഞില്ലല്ലോ.
രാജിവെച്ച് പുറത്തു പോകും. രാജ്യവെച്ച് പുറത്തു പോയതുകൊണ്ട് നല്ല സ്കീസ് നല്ല അത്ര മതി, ഇത്ര ഉള്ളൂ ബ്രോ. ഡാൻസിങ് ബോയ്. പിന്നെ നമുക്ക് തുടങ്ങിയാലോ. ഞാനൊരു കാര്യം പറയട്ടെ, ഇൻസ്പെക്ടർ പുറകിൽ തന്നെ എന്നോ ഓരോ തല ഇറങ്ങി താഴെ. ഇത് കഴിയുമ്പോ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോണം. വേണ്ടി വരുമെന്ന് എനിക്കറിയായിരുന്നു. മിക്കവാറും ഒന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമായിരിക്കും. ചമ്മന്തിയൊക്കെ വയറ് പുറത്തെടുത്തേക്കാൻ. പിന്നെ എനിക്ക് ആ തൈരന്ന് തൈര് താ. കുഴപ്പമില്ല, ഈ തൈരൊക്കെ എനിക്കിട്ട് വയ്യ. അതെ, കൊമ്പന്റെയും കൂടി ഹാഫ് തായോ. പിന്നെ ഹാഫ് ആക്കാം. അതിനകത്ത് കുറച്ച് തൈര് ഇട്ടിട്ട് അണ്ണാക്കി കൊടുക്കും. അയ്യോ ബ്രോ കൈ കൊണ്ടല്ലേ തിന്നുന്നേ? ബ്രോ കൈ കൊണ്ടല്ലേ തിന്നുന്ന പറഞ്ഞേ? അയ്യോ ബ്രോ ഫൗള് കാണിക്കുന്നല്ലോ, ബ്രോയുടെ മൈനസ് ആക്കട്ടോ പോയിന്റ്. ആദ്യമേ കഞ്ഞി എടുത്ത് കുടിക്കുന്നതിനാ. 1 2 നിന്ന് നിൽപ്പിൽ തകർന്നു 3. ധാരാളത്തിലേക്ക് പോയാൽ മതി. പിന്നെ ഇതാലേ അതെന്നാന്നറിയോ ഈ ഇതിന് പ്രശ്നം? 1 സ്പൂണിൽ പൊട്ടി. ഇതിനെന്നെ പ്രശ്നം എന്നറിയാവോ? ഇതെല്ലാം ആ സ്പൂണിൽ ഇരിപ്പുണ്ട്. അതെല്ലാം കൂടി ഇങ്ങനെ ഒന്നും കൂടി ഇട്ട് മിക്സും ചെയ്ത്. കഞ്ഞി പെട്ടെന്ന് തീർക്കല്ലേ, ഇനിയുണ്ട് സ്പൂൺ വീതം പ്ലീസ്. എന്തിനാ 1 2 ചെറുത് 3 ചെറുതിട്ടേക്കാണ്. 1 ബ്രോ എങ്ങനെ ഇരിക്കുന്നേ? ഞാൻ ആസ്വദിക്കട്ടെ അവൻ കഴിക്കുന്നത്. അത് നീ തിന്നുമ്പോ കാണിക്കാലോ. ചുമ്മാ ഇങ്ങനെ ഇരുന്ന് നേരത്തിന്റെ പവറിലാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് ഗ്യാസ് കിട്ടില്ലെന്നുള്ളൂ. നിക്ക് ഞാൻ കണ്ട അവന്റെ ഇങ്ങനെയൊക്കെ തോറ്റു കൊടുക്കാവോ നീ കഴിച്ചെന്ന്? ശരിയാണ്. ആ പവർ തിന്നു. ഒരു കാര്യം ചെയ്യട്ടെ ബ്രോ, എന്തിനിപ്പം ഇത് തീർത്തെ കഞ്ഞി? എനിക്കറിയാമല്ലോ ബ്രോ, ബ്രോ നാശത്തിലേക്ക് ബ്രോടെ പോക്ക്. ബ്രോ എങ്ങനെ ഇത് തീർക്കും? ചലഞ്ച് ഉണ്ടല്ലോ, നോക്കും. അത്രേ ഉള്ളൂ. ഞങ്ങൾ പ്രതീക്ഷ മൊത്തം ജക്ടറിന്റെ അതെ. അത് കൂടുതലാ, ഞാൻ ഒരെണ്ണം വെച്ച് മയത്തി കഴിച്ചില്ലേ. ഞാൻ ജക്ടർ ഫാനാ. പോലെ ബ്രോ ചന്തിയൊക്കെ വീർത്തല്ലോ. എന്താണ്? ആരാണ്? കിട്ടിയതാ. പക്ഷെ ഇതിനകത്തൊന്നും വിട്ടു കൊടുക്കരുത്. നമ്മൾ അച്ഛൻ വരെ പോണം. അല്ല എനിക്കിത് ഫുള്ള് കഴിച്ചാൽ മണ്ടത്തരം കാണിക്കണ്ടായില്ല. അയ്യോ ആദ്യം കിട്ടിയെന്നവർക്ക് ഐസ്ക്രീം ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടുപോകണോ? സത്യം. പപ്പടോ പപ്പടം താടാകുമ്പോ ഇത് അങ്ങനെയില്ല, നമ്മൾ സ്ട്രേറ്റ് മൗത്തേ ഉള്ളൂ. ഒരെണ്ണം കൂടി. ഒന്നുകൂടെ അയാൾ 2 മുളക് അവിടെ തന്നെ. രണ്ട് മുളകല്ല, മുക്കാളല്ലോ, ഒന്നര ഉണ്ടാവുള്ളൂ. അത് എനിക്കറിയേണ്ട ആവശ്യമില്ല ബ്രോ, അത് ആരും തിരിച്ചു കിടന്നാൽ പോലും പറ്റത്തില്ല. ഞാൻ കാര്യം പറയട്ടെ, താഴെയുണ്ടല്ലോ. ഇപ്പൊ നിക്കുന്നത് ഒറ്റ മുളകും കൂടെ വക്രി കഴിക്കുകയാണെങ്കിൽ വക്രി റൗണ്ട് ചെയ്യും, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ ആണ്. വക്രി എന്താ അവസ്ഥ? എന്താണ് ചുറ്റാണോ? ഒറ്റ മുളകും കൂടി തീർത്ത് ഞാൻ തീർന്നു പരിപാടി. ഇവൻ നേരത്തെ 2 ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞ കാരണം കൊണ്ട് ഞാനിപ്പോ ക്വിറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ നീ ഒറ്റ പിന്നെ 2 പിടിച്ച് അതെ. എന്റെ റൗണ്ടില് കേടും ഇതും കളപ്പില്ലേ? ആ കേടും കിടത്തെ Bro won the game, but at what cost? ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണ്ട മോനെ? പറഞ്ഞു. ഇൻഷുറൻസ് എടുത്തായിരുന്നു നീ? ഇൻഷുറൻസ് ഉണ്ടോ? ഒന്നിനും കുഴപ്പമില്ല. നമുക്ക്
ബ്രോ അപ്പൊ എങ്ങനെയാ ഇപ്പൊ പോണോ അതോ അതുണ്ടോ ഇനിയെങ്ങനെ ഞാൻ ജയിച്ചു ഇല്ല ഔട്ടറും അല്ല ജയിച്ചു ആ ഉപ്പിന്റെ ഛർദി വരുന്നുണ്ടല്ലേ ജയിച്ചെന്നെ. എനിക്ക് നേരത്തെ വന്നായിരുന്നു ആ ജയിച്ചെന്ന് ഇനിയെങ്കിലും ഒന്ന് വാതർന്ന് പറ. അങ്ങനെയാണ് എനിക്ക് കുറച്ച് ഐസ്ക്രീം നിന്നിട്ട് പണിക്ക് പോകാറ്. ഏത് പണി എന്നെ എന്നെ പറ്റുവാണെങ്കിൽ ഒന്നേ ഹോസ്പിറ്റലിലുണ്ടോ കൊണ്ടുപോകും പിന്നെ പറ്റുവാണെങ്കിൽ എന്റെ ഇളക്കാനാണോ? വയറ് എന്റെ പീസ് ഞാൻ എടുത്തോളാം കുഴപ്പമില്ല. വയറനക്കാതെ കൊണ്ടുപോകണം കേട്ടോ. മറ്റേ നടക്കുന്ന മറ്റേ യൂറോപ്യൻ ക്ലോസറ്റ് നടക്കണ യൂറോപ്യൻ ക്ലോസിറ്റ് അത് നീയല്ലേ അത് നീയല്ലേ നടക്കുന്നതല്ല മറ്റേ പോർട്ടബിൾ യൂറോപ്യൻ ഓ ക്ലോസറ്റ്. നീ പോർട്ടും ചെയ്യോ പോർട്ടബിൾ എന്താണെന്നറിയില്ല. ചിരിപ്പിക്കല്ലേ. ഐസ്ക്രീം ഉണ്ട് ഐസ്ക്രീം. ഞാൻ ജയിച്ചെങ്കിൽ താ. ജയിച്ചവർക്ക് എന്താ ഐസ്ക്രീം അതിൽ എന്താ ഒരു കോമ്പിനേഷൻ അതായിക്കോട്ടെ ഇത് just ഇപ്പൊ അവിടെ ഒരു വലിയ തീപിടുത്തം കിടാൻ പോവാ. പിന്നെ അത് കിടത്തൊന്നുമില്ല. ഈ 10 രൂപയുടെ ഐസ്ക്രീം കഴിച്ചാൽ തീപിടുത്തം കേടില്ലേ? കിടത്തി നീ അവിടെ ലോഡ് കണക്കിനാ സാധനം ഇറക്കിയേക്കുന്നത്. ഐസ്ക്രീം കഴിച്ചപ്പോ തീപിടുത്തം കേടുന്നത്. അയ്യോ തൊണ്ടയൊക്കെ എന്നെ വിളിക്കുന്നു. ഡാഡി 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 പപ്പാ അതിവിടുന്ന സോ ഗൈസ്, അപ്പോ നമ്മുടെ സ്പൈസി പഴങ്കഞ്ഞി ചലഞ്ച് എൻഡ് ചെയ്തപ്പോൾ എഡിൻ ബിസിബി ഛർദിച്ച് നാശാക്കി. അതേർക്ക് ഛർദിച്ചാലും ഒരു ഒരു കൊണ്ടാട്ടം അതുപോലെ തന്നെ മുഴച്ചു കിടക്കുന്നു അപ്പൊ ഈക്വലായില്ലേ അപ്പൊ ഈക്വലായി അതൊന്നുമില്ല. അതിന്റെ അത് കഴിക്കുന്നതാണ്. പറഞ്ഞിട്ടില്ല ഇറക്കിയ ഒരു സാധനം കൂടി തിരിച്ചു കൊണ്ടുണ്ടോ എന്നിട്ട് നമുക്ക് ഇതാ വലിയ വലിയ നീ തവി വെച്ച് കഴിച്ചോ. എന്നാ തവി, നിനക്ക് തവി ഉണ്ട്. പങ്കെടുക്കാത്തവർക്ക് ഐസ്ക്രീമും ഇല്ല. അല്ല ഐസ്ക്രീം അല്ല ടേസ്റ്റ് ഉണ്ടോ? നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ക്രൂ ഒക്കെ എന്താ ഇങ്ങോട്ട് പറഞ്ഞു വരുന്നേ? ആ ഓക്കെ, ഞാൻ വിചാരിച്ച ക്രൂ ഒക്കെ തിന്നാൻ തന്നെ ഇരിക്കുന്നത്. ഐസ്ക്രീമിന് മധുരം ഇൻസ്പെക്ടറിന്റെ കടമയാണ് വേണ്ട വേണ്ട, നമ്മൾ മധുരം നോക്കണം. ഇത് ചലഞ്ച് കഴിഞ്ഞ് ഇൻസ്പെക്ടറൊക്കെ ചലഞ്ചിന് മുമ്പ് വരെ. നിനക്ക് കുറച്ച് വന്നപ്പോഴത്തേക്കും കുറച്ച് തന്നു ഞാൻ സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ജയിച്ചിരിക്കുന്നത് എഡ്വിൻ BCB ആണ്. പോയിന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, സെക്കൻഡ് റൗണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു, തേർഡ് റൗണ്ടിലെ സെക്കൻഡ് സെക്ഷൻ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജക്ടമൈമിക്ക് സെക്കൻഡ് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ 210 പോയിന്റ് ആണ് ജക്ടമൈമിക്ക് ഉള്ളത് ആൻഡ് 220 പോയിന്റ് ആയിട്ടാണ് എഡ്വിൻ BCB ജയിച്ചിരിക്കുന്നത് ഗൈസ്. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ ഒരു സർപ്രൈസ് കൂടെ ഉണ്ട്. നമ്മൾ ഇതിന്റെ പ്രൈസ് പൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 5000 rupees ആയിരുന്നു ഇതിന്റെ പ്രൈസ് പൂൾ ആൻഡ് ഫണ്ട് അയച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത് കാണിച്ചു കൊടുത്ത ക്രൂ. സോ ഗൈസ്, അപ്പോ എന്തായാലും സന്തോഷമായി മോനെ. ഇനിയിപ്പോ നമുക്ക് പോവല്ലേ ഹോട്ട്സ്പോട്ട് മന്തി? പോടാ ആയുർവേദ ഡോക്ടറെ അല്ല, ഇനിയിപ്പോ അഡ്മിറ്റ് ആവാൻ പോ. 10,000 അവിടെ ചെലവാ. 5000 രൂപ കിട്ടാൻ വേണ്ടി 20,000 രൂപ വരെ ഞാൻ മുടക്കും. സോ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാണല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ. ടാറ്റാ.